عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. മനുഷ്യർ പലവിധമാണല്ലോ. നല്ല സൽഗുണങ്ങൾ ഉള്ളവരുണ്ട്, അതേ സമയത്ത് മനുഷ്യനെ ദ്രോഹിക്കുന്നവരും ബുദ്ധിമുട്ടിക്കുന്നവരും ചീത്ത വിളിക്കുന്നതും താഴ്ത്തിക്കെട്ടുന്നവരും ഒക്കെ ഉണ്ട്. അവരോടും നല്ല സമീപനം സ്വീകരിക്കാം എന്നൊരു തത്വമാണ്. മനുഷ്യർക്കൊപ്പം എന്നൊരു പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ അത് മതത്തോടൊപ്പം എന്നുകൂടി നമ്മൾ കാണാം. അഥവാ മതത്തിൻ്റെ വീക്ഷണമാണ് മനുഷ്യരെ കൂട്ടിച്ചേർക്കുക എന്നത്. മൂസൽ കാദിം അല്ലാഹുവിൻ്റെ ഒരു സംഭവം അൽ ബിദായിൽ ഉദ്ധരിക്കുന്നത്, അദ്ദേഹത്തെ ആരെങ്കിലും മോശമായി ചിത്രീകരിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്താൽ അവരോട് വെറുക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് ചില സമ്മാനങ്ങൾ കൊടുത്തയക്കും അത്രേ. വേറെയും ചില മഹത്തുക്കളുടെ സല്ലക്ഷണങ്ങളിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കിടയിൽ പലപ്പോഴും വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ടാകാം, ചീത്ത പറഞ്ഞവരുണ്ടാകാം, ആക്ഷേപിച്ചവരുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ സമീപത്ത് നിന്ന് പൊരുത്തപ്പെടിക്കുന്നവരെണ്ണവും കുറവല്ല. അവരോട് പുഞ്ചിരി സമ്മാനിക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങൾ പറഞ്ഞതും പറയാൻ പോകുന്നതുമായ കാര്യങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു പറയും. ഇത് നല്ല ഹൃദയശുദ്ധിയിൽ നിന്നിട്ടാണല്ലോ ഇതൊക്കെ വരുന്നത്. ഇത് മതം പ്രചരിപ്പിച്ചും തന്നെയാണ്, പഠിപ്പിച്ചും തന്നെയാണ്. ഖുദുൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി, നിങ്ങൾ മാപ്പ് കൊടുക്കുക, നന്മ സ്വീകരിക്കണം. ഖുർആനല്ലേ. മറ്റുള്ളവർ നന്മയിലാകണം നമ്മുടെ ചിന്തയും നമ്മുടെ നീക്കങ്ങളും നമ്മുടെ പ്രവർത്തനം. ഇനി നമുക്കെന്തെങ്കിലും കുറവ് വന്നാലും വേണ്ടില്ല, മറ്റുള്ളവർക്ക് ക്ഷേമമുണ്ടാകട്ടെ. പരമാവധി ആരെയും ദ്രോഹിക്കാതിരിക്കാനുള്ള ഒരു മാനസിക വീക്ഷണവും സ്വീകരിക്കണം. മനുഷ്യർക്കൊപ്പം നിൽക്കാൻ വേണ്ടി നാം തീരുമാനിക്കുമ്പോൾ അത് മതത്തോടൊപ്പമാണ്, അഥവാ മതം പഠിപ്പിച്ചതാണ് എന്ന കർക്കശമായ നിലപാടും അറിവും നമുക്ക് വേണം. അങ്ങനെയാകുമ്പോൾ വിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ പ്രോത്സാഹിപ്പിച്ച, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടി പ്രോത്സാഹിപ്പിച്ച സൽ ഗുണങ്ങൾ, സൽ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു കാണും. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ലാ സൽ സ്വഭാവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട 10 ലക്ഷണങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, തർക്കം ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തിലെ ഒരു അവസ്ഥ നോക്ക്, ചിലപ്പോഴൊക്കെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തർക്കിക്കുന്ന വളരെ വൃത്തികെട്ട ഒരു ശൈലി, എന്നാൽ ഒഴിവാക്കണേ. രണ്ടാമത്, നിഷ്പക്ഷമതിയാകുക എന്നതാണ്. ആരുടെയും പക്ഷമൊന്നും ചേരണ്ട, ഉള്ളതുപോലെ കാണുക, പറയുക, അല്ലേ? മൂന്നാമത്, മറ്റുള്ളവരുടെ ന്യൂനത കാണാതെ നന്മയെ കാണുക. ശരിയാണല്ലോ. ഈച്ചയെ പറ്റി പറയാറുണ്ട്, അതെന്തെങ്കിലും മോശം വാസനയോ മറ്റുള്ള സ്ഥലത്താണ് പോയിരിക്കുക എന്ന പോലെ. ആരുടെയെങ്കിലും കുറ്റോ കുറവോ എവിടെയും ചർച്ച ചെയ്യുന്ന അവിടെ പോയിരിക്കാൻ ചിലപ്പോൾ നമ്മിൽ ചിലർക്കൊക്കെ വലിയ ഉത്സാഹമാകും. അത് മാറ്റണം. നാലാമത്, തെറ്റുകളെ സൗഹൃദ രൂപേണ തിരുത്തുക. നല്ല ശൈലിയിലാകണം തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത്. 5, വല്ലവരിലും പിഴവ് കണ്ടാൽ അതിന് സ്വയം കാരണം കണ്ടെത്തി ക്ഷമിക്കുക. മറ്റുള്ളവരെ ആ കുറ്റത്തിൻ്റെ പേരിൽ അങ്ങ് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയല്ല വേണ്ടത് എന്നർത്ഥം. ആറാമത്, ഏറ്റവും ബുദ്ധിയുള്ളവ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് ജനങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും സഹകരിച്ച് നീങ്ങേണ്ട ചില ഘട്ടങ്ങളിൽ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട, വഹിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണോ? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുഭവം നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം. വിധങ്ങളും സ്വഹാബത്തും യാത്രയിലായ ദീർഘദൂരം സഞ്ചരിച്ചു. എല്ലാവർക്കും വിശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കയ്യിൽ ഭക്ഷണമായി കാര്യമായിട്ടൊന്നുമില്ല. അവസാനം ഒരു ആടിനെ ഇറക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായി പറഞ്ഞു, ഞാൻ ഇറക്കാം, ഞാൻ തൊലിയുരിയാം, ഞാനത് കഷ്ണമാക്കാം, ഞാനത് വേവിക്കാം. 4 ആളുകൾ 4 ജോലി ഏറ്റെടുത്തു. അപ്പോഴാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എങ്കിൽ ഞാൻ വിറക് ശേഖരിക്കാം. കൂട്ടത്തിൽ ഏറ്റവും ഭാരമുള്ള പ്രയാസമേറിയ ജോലിയായിരുന്നല്ലോ അത്. മലമുകളിൽ പോയി മരം വെട്ടി കഷ്ണങ്ങളാക്കി ചുമന്ന് താഴേക്ക് എത്തിക്കണം.
സ്വഹാബത്ത് സങ്കടത്തോട് പറഞ്ഞു, നബിയേ, അത് ഞങ്ങൾ തന്നെ ചെയ്തു കൊള്ളാം, അങ്ങ് ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഞാൻ നിങ്ങളിൽപ്പെട്ടവനാകാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ വേർതിരിഞ്ഞു നിൽക്കാനല്ല. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ലീഡർ അവർ വളരെ വളരെ ബഹുമാനത്തോടെ കാണുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ ആ ജോലിയിൽ ഞാനും പങ്കെടുക്കണം എന്നതാണല്ലോ. അപ്പോൾ സമൂഹത്തോടൊപ്പം നിൽക്കുമ്പോൾ ഒരു നേതാവ്, ഒരു ജനപ്രതിനിധി, ഒരു ലീഡർ ചെയ്തു തീർക്കേണ്ട, അനുഷ്ഠിക്കേണ്ട ഒരു മഹത്തായ മാതൃക എമ്പാടുമുണ്ട്. ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് ആ ലക്ഷ്യങ്ങളിൽ ഏഴാമത്തെ എന്താ? പോരായ്മകളെ സ്വന്തം പേരിലേക്ക് ചേർക്കുക. അത് മറ്റുള്ളവരിലേക്ക് കുറ്റം പരമാവധി കെട്ടിവയ്ക്കാതെ എൻ്റെ അടുത്താണ് പിശക് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരണം. എട്ടാമത്തത് സ്വന്തം ന്യൂനതകൾ കണ്ടെത്തണം. മഹന്മാരൊക്കെ പല സ്ഥലത്തും ഇത് പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ മറ്റുള്ളവരുടെ അയ്ബ് ഖബല അയ്ബി ഗൈരിക് കാണുന്നതിന് മുമ്പ് സ്വയം ന്യൂനതകളും കുറവുകളും എന്തോ അത് കണ്ടെത്താൻ വേണ്ടി. ഒമ്പതാമത്തത് ഖസാലി ഇമാം വിശദീകരിക്കുന്ന മുഖപ്രസന്നതയോടെ പെരുമാറുക. പുഞ്ചിരിയെക്കുറിച്ചൊക്കെ ഹദീസിൽ കാണാമല്ലോ അല്ലേ? അത് ഏറ്റവും നല്ല ലക്ഷണമാണ്. ഗൗരവത്തിലല്ല സമീപിക്കേണ്ടത്. ഒരു പുഞ്ചിരി അങ്ങ് സമ്മാനിച്ചാൽ എത്രയോ വിഷയങ്ങൾ അവിടെ ഉരുത്തിരികയാണ്. പത്താമത്തത് ആകർഷകമായ സംസാരമൊന്നും പരിക്കനാവരുത്. അതൊക്കെയും ഹദീസിൻ്റെ ഭാഷയാണ്. വളരെ വിനയം കലർന്ന ശൈലിയാകണം സംസാരത്തിൽ പ്രകടിപ്പിക്കേണ്ടത്. ഈ ലക്ഷണങ്ങളിൽ എല്ലാം ഒരാളുടെ ജീവിതശൈലി ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ കൂട്ടായ്മകൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റുള്ളവൻ്റെ വിഷമങ്ങളൊക്കെ അറിയാനും അത് പരിഹരിക്കുവാനും തന്നിൽ നിന്ന് എന്തെങ്കിലും അവിവേകമോ നീതികേടോ വന്നു പോകുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുവാനും അവസരം എത്തുമല്ലോ. തീർച്ചയായിട്ടും ഇവിടെ രാഷ്ട്രീയ വീക്ഷണ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. മതരംഗത്തിന് വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരവരുടെ ലൈനിൽ നീങ്ങുമ്പോൾ തന്നെ ഞങ്ങളിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നുണ്ടോ, വിഷമമുണ്ടോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമുണ്ട്, മൽ അസബിയ, ഈ വിഭാഗീയത, കക്ഷിത്വം എന്താണ്? അപ്പോൾ നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, തുഈന ഖൗമക അലൽ ദുൽമി, നിന്റെ സമൂഹത്തെ നീ അക്രമത്തിന്മേൽ സഹായിക്കുക. മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കാൻ ഒരിക്കലും പ്രേരണ കൊടുക്കാൻ പാടില്ല എന്നതാണ് ഈ ഹദീസിൻ്റെ ഭാഷ്യം. പിന്നെയോ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ വന്നു ചേരാനും ഉള്ള ഒരു സാഹചര്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി തൻ്റെ അനുയായികൾക്ക് ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതും പഠിപ്പിച്ചതും ഹദീസിൽ എമ്പാടുമുണ്ട്. അക്രമത്തിൽ ശൈലി പാടില്ല. ലാ തഹാസദു വലാ തനാജസു വലാ തബാഗളു വലാ തദാബറു വലാ യബിഉ ബഅദുകും അലാ ബഅദ്. അല്ലേ? ലാഭക്കുതിയോടെ ചിലപ്പോൾ മാർക്കറ്റിൽ മത്സരങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് ആരോഗ്യകരമാകണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാൾ വില പറയുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി മറ്റൊരാൾ വില കൂട്ടി പറയുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പരസ്പരം അസൂയ വേണ്ട. പിന്നെ കുതികാൽ വെട്ടുന്ന ശൈലികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. എത്രത്തോളം എന്നാൽ ഹദീസിൻ്റെയൊക്കെ ഒരു ഭാഷയിൽ ഇപ്പോൾ അയൽവക്കത്തുള്ള ആളുകൾ, കുടുംബക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും, ഒരാളുടെ വിശ്വാസം പരിപൂർണമാങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ചല്ലേ, വലൈസ ബിമുഅ്മിനിൻ മൻ ലം യഅ്മൻ ജാറുഹു ബവായിഖഹു. ഇവൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ട് അയൽവാസി സുരക്ഷിതരാകണം, അവൻ നിർഭയനാകണം. അപ്പോൾ മാത്രമേ ഇവനക്ക് അവൻ്റെ വിശ്വാസം പൂർത്തിയേ എന്ന് അനുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം ഹദീസിൻ്റെ ഭാഷയാണ്. അതേപോലെ നബിതങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, അത്തദ്റൂന മാ ഹഖുൽ ജാർ, അയൽവാസിക്കുള്ള അവകാശം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇനിസ്തആനക അൻതഹു, അയാൾ സഹായം ചോദിച്ചാൽ സഹായം കൊടുക്കണം, കടം ചോദിച്ചാൽ കടം കൊടുക്കണം, വിഷമിക്കുമ്പോൾ സഹായിക്കണം, അവൻ രോഗിയാകുമ്പോൾ അവനെ സന്ദർശിക്കണം. ഇങ്ങനെ തുടങ്ങി ഹദീസിൽ കാണാൻ വൈൻ അസാബഹു ഖൈറുൻ ഹന്നഅതഹു, ഒരു സന്തോഷം വന്നു ചേർന്നു അയൽവാസിക്ക്, അപ്പോൾ അവനക്ക് അഭിവാദ്യം അർപ്പിക്കണം, സന്തോഷം രേഖപ്പെടുത്തും. വൈൻ അസാബത്തു മുസീബത്തു നസൈത്തു, വിഷമങ്ങൾ നേരിട്ടാൽ അവനെ സമാധാനിപ്പിക്കാൻ തയ്യാറാകണം. പ്രവാചകന്റെ വിവരണത്തിൽ കാണാം, ഒരു കെട്ടിടമുണ്ടാക്കുകയാണെങ്കിൽ അത് ഉയർത്തി
അയൽവാസിക്ക് കാറ്റോ മറ്റോ തടയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതുപോലും ശ്രദ്ധിക്കണേ എന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഠനത്തിലും അധ്യാപനത്തിലും കാണാൻ കഴിയുകയാണ്. ആർക്കും ബുദ്ധിമുട്ടും ദ്രോഹവും ഇല്ലാതെ സമൂഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. ലീഡർമാരും ജനപ്രതിനിധികളും നേതാക്കളും സാധാരണക്കാരുമൊക്കെ അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് ക്ഷേമകരമായ അവസ്ഥയുണ്ടാക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മുടെയൊക്കെ ഒരു മുഖമുദ്രയായി ഭരണരംഗത്തുണ്ടാകണം, സംഘടനാ രംഗത്തുണ്ടാകണം, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ടാകണം. ഒപ്പം എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായ ഹസ്തങ്ങളൊക്കെ നീട്ടണം. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവന് ബിസിനസ്സിൽ ഹലാലായതും മറ്റുള്ളവരെ വഞ്ചിക്കാത്തതും, കാരണം വഞ്ചന അല്ലെങ്കിൽ തട്ടിപ്പെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ ദ്രോഹിക്കലാണല്ലോ. അത്താജിറു സാദുഖു, നല്ല സത്യസന്ധനായ വ്യാപാരി, അൽ-അമീൻ വിശ്വസ്തൻ, മഅൻ നബീന സിദ്ദീഖിന വശുഹദാ, പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളും ശുഹദാ അവരോടൊപ്പമാണ് അയാളുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും ഖുർആനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ബിസിനസ്സിലൂടെ മറ്റുള്ളവർക്ക് ക്ഷേമം ഉണ്ടാകണം, ദാരിദ്ര്യം നീങ്ങണം. തൊഴിൽ മേഖലകൾ മെച്ചപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ക്ഷേമം വന്നു ചേരും അല്ലേ? അതുകൊണ്ടല്ലേ കച്ചവടം തൊഴിലുമൊക്കെ മതം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല യക്റഹുൽ അബ്ദൽ ബത്താൽ, മടിയനായ അലസനായ ആളുകളെ വെറുക്കുകയാണെന്ന് പറയുമ്പോൾ എല്ലാവരും തൊഴിൽ രംഗത്ത് അവരവരെ കടമകൾ നിർവഹിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് ഹസ്തദാനം ചെയ്യുമ്പോൾ ഒരാളുടെ കരമൽപ്പം പരുവരുക്കൻ അവസ്ഥയിൽ കണ്ടു. ഇതെന്താണ്? തൊഴിലാണെന്ന് പറഞ്ഞപ്പോൾ ആ കരങ്ങൾ പ്രവാചകൻ ചുംബിച്ചു എന്ന് കാണാം. തൊഴിൽ ചെയ്തതിൻ്റെ പേരിൽ തൊഴിലെടുക്കുക, കുടുംബത്തെ പോറ്റുക, ഒപ്പം സമൂഹത്തിലുള്ള ബാധ്യതകൾ തീർക്കുക. നാട്ടിൽ തൊഴിലില്ലാതെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ നേട്ടത്തിനും വികസനത്തിനും തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്തുവാനും കാർഷിക മേഖലയെ വികസിപ്പിക്കുവാനും എല്ലാവരും അവരുടേതായ ചിന്തയും ശ്രമങ്ങളും പങ്കും നിർവഹിച്ചുകൊണ്ട് രാജ്യത്ത് ക്ഷേമകരമായ അവസ്ഥ, അങ്ങനെ സമൂഹത്തോടൊപ്പം നിൽക്കണം, ജനങ്ങളോടൊപ്പം നിൽക്കണം, മനുഷ്യർക്കൊപ്പമാകണം. അതെ, മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം പറയിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ. അഭിവന്ദനായ കാന്തപുരത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞല്ലോ, എത്രയോ അനേകായിരങ്ങൾക്ക് അന്നം കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, ചികിത്സാ ചെലവുകൾ നിർവഹിക്കുന്നത്, ജോലികൾ വാങ്ങിക്കൊടുക്കുന്നത്, സമൂഹത്തിൻ്റെ നേട്ടം, മറ്റുള്ളവരെ ഉയർച്ച, അതാകട്ടെ നമ്മുടെ ചിന്ത. മഹാന്മാരുമൊക്കെ അങ്ങനെയാണ്, പൂർവികർ എങ്ങനെയാണ്. ആ പൂർവികരുടെ പാതകൾ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ മതനേതാക്കൾ, ഉലമാക്കൾ, മതസംഘടനകളൊക്കെ ഈ രംഗത്ത് മഹത്തായ സേവനങ്ങൾ ചെയ്തു വരുന്നത് സന്തോഷകരമായ അവസ്ഥയാണ്. വീണ്ടും വീണ്ടും ഈ മേഖലകൾ വികസിക്കണം, രാജ്യം നന്നാവണം, ജനങ്ങൾ രക്ഷപ്പെടണം, സമൂഹത്തിന് നല്ല അവസ്ഥകൾ വന്നു ചേരണം. അതെ, മനുഷ്യർക്കൊപ്പം, അതിലൂടെ മതത്തോടൊപ്പം അങ്ങനെ മനുഷ്യർക്കൊപ്പം. ഈ രണ്ട് പ്രമേയം അങ്ങും ഇങ്ങും പരസ്പര പൂരകങ്ങളായതുകൊണ്ട് മതത്തിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാം സ്വായത്തമാക്കാം. ജഗന്നിയന്താവ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.